കേന്ദ്രം തകർത്തത് വെറും 30 ദിവസം കൊണ്ട്. ബീഹാറിലെ ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയതിന് പിന്നാലെ ബിജെപിയെ പരിഹസിച്ച് ജൻ സുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ രംഗത്തെത്തി. ബിജെപിയുടെ 30 വർഷത്തെ ശക്തി കേന്ദ്രം വെറും 30 ദിവസം കൊണ്ട് താൻ തകർത്തുവെന്ന് പ്രശാന്ത് കിഷോർ പ്രതികരിച്ചു. തന്റെ തെരഞ്ഞെടുപ്പ് വിജയം ബീഹാറിൽ നല്ലൊരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ബിജെപി നേതൃത്വത്തിനുള്ള സന്ദേശമാണെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ഇതൊരു MLA തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല, മറിച്ച് ബീഹാറിൽ നല്ലൊരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന സന്ദേശം ബിജെപിയുടെ ഉന്നത നേതൃത്വത്തിന് നൽകാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബീഹാറിൽ വിദ്യാഭ്യാസവും തൊഴിലും ഉണ്ടാകും. ജനങ്ങൾ ഈ സന്ദേശമാണ് നൽകിയത്. വോട്ട് ചെയ്തവർക്ക് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. വോട്ട് ചെയ്യാത്തവരെ കൂടെ വിജയിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. എന്നാൽ ബീഹാറിന് നല്ലൊരു നേതൃത്വം ലഭിക്കുക എന്നത് പ്രധാനമാണ്. ഇവിടെ നിന്നുള്ള കുടിയേറ്റം അവസാനിപ്പിക്കണമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ബങ്കിപ്പൂരിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുക എന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും കിഷോർ പറഞ്ഞു. അടുത്ത 2-3 മാസങ്ങൾക്കുള്ളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ബങ്കിപ്പൂരിലെ ജനങ്ങൾ ബിജെപി നേതൃത്വത്തിന് വ്യക്തമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാറിൽ നല്ലൊരു വ്യക്തിയെ മുഖ്യമന്ത്രിയായി നിയമിക്കണമെന്നും പ്രശാന്ത് കിഷോർ ആവശ്യപ്പെട്ടു. ബിജെപിയുടെ ശക്തി കേന്ദ്രമായിരുന്ന ബങ്കിപ്പൂരിൽ 19,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജൻ സുരാജ് പാർട്ടി സ്ഥാപകനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ വിജയിച്ചത്. സിറ്റിംഗ് MLA ആയിരുന്ന ബിജെപി ദേശീയ അധ്യക്ഷൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ബങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. 5 തവണ നിതിൻ നബീൻ വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ 2025-ൽ 50,000-ത്തിലധികം വോട്ടുകൾക്കായിരുന്നു നിതിൻ നബീന്റെ വിജയം. ഇക്കുറി ബിജെപിക്കായി നീരജ് കുമാർ സിൻഹ ആണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ആദ്യം നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയാണ് ബിജെപി നീരജ് കുമാറിനെ മത്സരിപ്പിച്ചത്. അതേസമയം മണ്ഡലം രൂപീകൃതമായത് മുതൽ ബങ്കിപ്പൂരിൽ വിജയിച്ചു വന്ന ബിജെപിക്ക് ഇത്തവണത്തെ തോൽവി കനത്ത തിരിച്ചടിയാണ്. നീറ്റ് പ്രതിഷേധങ്ങൾക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സ്വന്തം തട്ടകത്തിൽ കാലിടറിയത് ഇരട്ടി പ്രഹരമായി. അതേസമയം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യമൊട്ടാകെ നടന്ന പ്രതിഷേധങ്ങൾക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലാണ് ബിജെപിക്ക് സ്വന്തം തട്ടകത്തിൽ കാലിടറിയത്. ബങ്കിപ്പൂർ നിയമസഭാ സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്കായി മത്സരിച്ച നീരജ് കുമാർ സിൻഹയെ 15,000-ത്തിലധികം വോട്ടുകൾക്ക് പിന്നിലാക്കിയാണ് ജൻ സുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ മുന്നേറ്റം നടത്തിയത്. സിറ്റിംഗ് MLA ആയിരുന്ന ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിവ് വന്നതോടെയാണ് ബങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മണ്ഡലം രൂപീകൃതമായത് മുതൽ ബിജെപി വിജയിച്ചിരുന്ന ബങ്കിപ്പൂരിൽ പ്രശാന്ത് കിഷോറിന്റെ മുന്നേറ്റം പാർട്ടിക്ക് കനത്ത പ്രഹരമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.